ഡിസംബർ 17 ചൊവ്വാഴ്ച. മത്തായി 1 മുതൽ 17 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗം യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെക്കുറിച്ച് സംസാരിക്കുന്നു. സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിവാക്കുന്ന പാഠങ്ങളിൽ ഒന്നായിരിക്കാം ഇത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ വംശാവലിയിലെ ആ 16 വാക്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പൈതൃകത്തിൻ്റെ നിധിയും രഹസ്യവും ഉൾക്കൊള്ളുന്നു. മത്തായി തൻ്റെ സുവിശേഷം ആരംഭിച്ചത് യേശുവിൻ്റെ പൂർവികരെ എണ്ണി പറഞ്ഞാണ്. കാരണം അവൻ്റെ പ്രധാന പ്രേക്ഷകർ ജൂതന്മാരായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വംശാവലി വളരെ പ്രധാനമാണ്. സുവിശേഷം യേശുവിനെ ദാവീദിൻ്റെയും അബ്രഹാമിൻ്റെയും പുത്രനായി കാണിക്കുന്നു. അതുകൊണ്ട് ദാവീദ് രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ അവകാശിയാകാൻ യേശുവിന് അവകാശമുണ്ട്. ഈ വംശാവലിയിൽ നിന്ന് നാം പഠിക്കുന്ന ഏറ്റവും മികച്ച കാര്യങ്ങളിലൊന്ന് പ്രത്യാശയുടെ സന്ദേശമാണ്. മത്തായിയുടെ വംശാവലിയിൽ വിവാദപരമായ, തർക്കവിഷയമായ, സംശയകരമായ, കുപ്രസിദ്ധമായ ചില വ്യക്തിത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഒരുപാട് സംശയങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു വ്യക്തിയുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുമായി മല്ലിടേണ്ടി വന്ന അബ്രാഹാം. വഞ്ചകൻ എന്നറിയപ്പെട്ടിരുന്ന ഒരാളുണ്ട്, ജേക്കബ്. ഒരു വേശ്യയുടെ വേഷം ധരിച്ച് അവളുടെ അമ്മായിയപ്പനെ വശീകരിച്ച ഒരു വ്യക്തിയുണ്ട്, താമാർ. പലായനം ചെയ്യുന്ന യഹൂദന്മാർക്ക് അഭയം നൽകിയ ഒരു വിജാതീയ വേശ്യ ഈ വംശാവലിയിലുണ്ട്, രാഹാബ്. ഒരു അന്യഗോത്രത്തിൽ ഉത്ഭവിച്ച വിജാതീയായ സ്ത്രീയുണ്ട്, റൂത്ത്. ഇസ്രായേലിലെ മഹാരാജാവ് അപമാനിച്ച ഒരു സ്ത്രീയുണ്ട്, ഊറിയായുടെ ഭാര്യ. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതിന് കുഷ്ഠരോഗം പിടിപെട്ട ഒരു രാജാവുണ്ട്, ഉസിയ. തൻ്റെ സന്തതികളിൽ ആരും ഒരിക്കലും സിംഹാസനത്തിൽ ഇരിക്കില്ല എന്ന് ശപിക്കപ്പെട്ട ഒരു രാജാവുണ്ട്, ജെക്കോണിയ. ലിസ്റ്റ് വളരെ വലുതാണ്. പക്ഷേ വിവാദ ആളുകളുടെ ഈ നീണ്ട പട്ടികയിൽ അവസാനം നമ്മൾ കാണുന്നത് പ്രത്യാശയാണ്. മാതാവിനോടും യേശുവിനോടും നമ്മൾ അടുക്കുമ്പോൾ നമ്മുടെ വിശുദ്ധിയും വർദ്ധിക്കും. യേശുവിൻ്റെ വംശാവലി വാസ്തവത്തിൽ പ്രത്യാശയുടെ മഹത്തായ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.